അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ABG എടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രൊസീജിയർ മോഡിഫൈഡ് അലൻ ടെസ്റ്റാണ് പഠിച്ചത്. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ABG എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഹെപ്പാനൈസ്ഡ് സിറിഞ്ച്, 20-24 നീഡിൽ, കാരണം അത് സ്മോൾ ആൻഡ് തിന്നാണ്, അപ്പം പെയിൻ വരില്ല പേഷ്യൻസിന്, ആർട്ടറി ഡാമേജും ആകത്തില്ല. അതുകൊണ്ടാണ് 22-24 കോജിൻ്റെ നീഡിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ആൽക്കോഹോൾ സോബ് സൈറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഗോസ് ആൻഡ് ടേപ്പ് അപ്ലൈ ആഫ്റ്റർ ദ ഡ്രോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പാൽപേറ്റ് ദ പൾസ്. നമ്മൾ പൾസ്, റേഡിയൽ പൾസ് ഫീൽ ചെയ്യുക. ഇൻഡെക്സിൽ മിഡിൽ ഫിംഗറും ചെയ്തിട്ട് സ്ട്രോങ്ങസ്റ്റ് പോയിൻ്റ് യു വിൽ ബി പോക്ക്. ദെൻ ആംഗിൾ ഓഫ് ഇൻസേഷൻ. എങ്ങനെയാണ് ആംഗിള്? 45 ഡിഗ്രി. അതായത് നമ്മൾ പെൻസിലൊക്കെ ഹോൾഡ് ചെയ്യില്ലേ, ആ ഒരു ഡിഗ്രി ഇതിലായിരിക്കും സിറിഞ്ച് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ദ ഫ്ലാഷ് എന്ന് പറയും. അതായത് നോർമലി നമ്മൾ വെയിനൊക്കെ ബ്ലഡ് ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ബാക്കിലോട്ട് വലിക്കണം സിറിഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ പ്രിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് അതിലേക്ക് വരും, കാരണം അത്രയും ആർട്ടറി പ്രഷറിൻ്റെ ഇതതുകൊണ്ടാണ്. അപ്പം not need to the pull the plunger, the arterial pressure will be push the bright red blood into the syringe automatically. അതിനെ വലിക്കുന്നതാണ് ഫ്ലാഷ്. പിന്നെ withdraw and press. Once you have 1 to 2 ml, remove the needle immediately. Apply the pressure with the gauze for the at least 5 minutes. എങ്കിലും അതിൻ്റെ പ്രഷർ നമ്മൾ അവിടെ പ്രസ് ചെയ്യണം. പോസ്റ്റ് പ്രൊസീജിയറായിട്ട് നമ്മൾ ആ എടുത്ത ഇത് ബ്ലഡിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് സിറിഞ്ച് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യണം, റോൾ ചെയ്യണം. ഓക്കെ. പിന്നെ ലേബിൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലാബിൽ കൊടുക്കണം വിത്ത് ഐസ്. അടുത്ത് ചില ICUലൊക്കെ അവിടെ തന്നെ ഇത് കാണും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ലാബിൽ തന്നെ കൊണ്ട് കൊടുക്കണമെങ്കിൽ അത് ICU വെച്ചിട്ടായിരിക്കണം കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ഇതാണ് ABG എടുക്കാനുള്ള പ്രൊസീജിയർ. ഓക്കെ.